ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരിയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ശരിക്കും പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സവേള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനൊന്ന് ശരിക്കും വഴണ്ടി വരട്ടെ കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഒരല്പം ഉപ്പും കുറച്ച് ഒരു പിടി പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചിക്കൻ മസാല, ഇനി അടുത്തത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് മുളക് പൊടി, ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മൂപ്പിക്കാം. കത്തിപ്പോരുത്, നല്ലോണം മൂപ്പിക്കാം. ഇപ്പം നമ്മുടെ ഈ മസാല ശരിക്കും മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് ഈ കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമ്മളിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.